ഹായ് മക്കളെ, 3ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ മാത്സിലെ 10ാമത്തെ പാഠഭാഗമായ ലെറ്റ് ഷെയർ എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളതെന്നും ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ലെറ്റ് ഷെയർ എന്താണ്, നമുക്ക് ഷെയർ ചെയ്യാം അല്ലേ? എന്താണ് ഷെയർ ചെയ്യാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കളിക്കാനുള്ള ഒരു ഗെയിം ഉണ്ട്. ഇതെങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ നമുക്ക് പാഠഭാഗത്ത് പറയുന്നുണ്ട്. അവിടെ നമുക്ക് അത് പറയുന്ന സമയത്ത് പറഞ്ഞു തരാം. ഓക്കെ, സ്റ്റാൻഡ് ടുഗെദർ ഫ്രണ്ട്സ് എന്താണ് കൂട്ടുകാരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ലെറ്റ്സ് പ്ലേ ദ ഗെയിം സ്റ്റാൻഡിങ് ടുഗെദർ. അപ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഗെയിമാണ് ഇവിടെ കളിക്കാൻ വേണ്ടി പോകുന്നത്. 20 children in അജലീസ് ക്ലാസ് പ്ലേഡ് ദിസ് ഗെയിം. അപ്പോൾ അജലിൻ്റെ ക്ലാസ്സിൽ 20 കുട്ടികൾ ഈ ഒരു ഗെയിം കളിക്കുകയാണ്. വെൻ ടോൾഡ് 5 ടുഗെദർ ഹൗ മെനി ഗ്രൂപ്പ്സ് വേർ ഫോംഡ്. അപ്പോൾ ആകെയുള്ളത് എത്ര കുട്ടികളാണ്? 20 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അതിൽ 5 ടുഗെദർ എന്ന് പറയുമ്പോൾ 5 കുട്ടികൾ കൂട്ടങ്ങളായിട്ട് നിൽക്കണം. ഓക്കെ, അപ്പോൾ ആകെയുള്ളത് എത്രയാണ്? 20 ആണ് അല്ലേ? ദെൻ ഹൗ മെനി ഗ്രൂപ്പ്സ് വേർ ഫോംഡ്. അങ്ങനെയാണെങ്കിൽ 5 എന്ന് പറഞ്ഞപ്പോൾ എത്ര ഗ്രൂപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും? ആദ്യം ഒരു 5 ഗ്രൂപ്പ് നിന്നു അല്ലേ? പിന്നെയും 5 ഗ്രൂപ്പ് നിന്നു. അപ്പോൾ 5 5 10ആയി. പിന്നെ 5 ഗ്രൂപ്പ് നിന്നു, പിന്നെ 5 ഗ്രൂപ്പ് നിന്നു. അപ്പോൾ ഇവിടെയും 10ആയി, ഇവിടെയും 10ആയി അല്ലേ? 10ഉം 10ഉം 20. അപ്പോൾ എത്ര ഗ്രൂപ്പായി? 1 2 3 4 4 ഗ്രൂപ്പ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ എത്ര ഗ്രൂപ്പ്സ് ആണ്? 4. ഈ 4 എന്ന് കിട്ടാൻ നമ്മൾ ഇതേപോലെ എഴുതണം എന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 20 എന്ന് വരുന്നത് ഏത് ഇവിടെയാണ്, ഏത് മൾട്ടിപ്ലിക്കേഷനിലാണ് 20 വരുന്നത്? 5 ഗ്രൂപ്പാണ് അവിടെ ഉള്ളത്. അപ്പോൾ 5ഉം 20യും വരുന്ന ഒന്നായിരിക്കണം. അതേതാണ്? 4 × 5 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ആകെയുള്ളത് 20 കുട്ടികളാണ്. അതിൽ 5 എന്ന് പറയുന്ന 5 കുട്ടികളുള്ള ഗ്രൂപ്പാണ്. എത്ര ഗ്രൂപ്പാണുള്ളത്? 4 ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. ഇനി ഹൗ മെനി ഗ്രൂപ്പ്സ് വേർ ഫോംഡ് വെൻ ടോൾഡ് 4 ടുഗെദർ. ഇനി 4 ടുഗെദർ എന്ന് പറയുമ്പോൾ എത്ര കുട്ടികളായിട്ട് നിൽക്കണം? നമുക്കറിയാം 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. 20 എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റുഡൻസ് ആണ്. 4 എന്ന് പറയുന്നത് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ എത്ര ഗ്രൂപ്പാണ് ഉണ്ടായിരിക്കുക? 5. അപ്പോൾ ഇവിടെ 5 എന്ന് എഴുതി കൊടുക്കാം. ഹൗ മെനി ഗ്രൂപ്പ്സ് ഓഫ് 2 ഈച്ച്. ഇനി 2 ഈച്ച് ആകുമ്പോഴോ നമുക്കറിയാം 10 × 20 10 × 2 എന്ന് പറയുന്നത് 20 ആണല്ലേ? അപ്പോൾ അവിടെ 2 എന്ന് പറയുന്നതാണ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ്. എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കും? 10 ഗ്രൂപ്പ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. സോ 4 ഗ്രൂപ്പ്സ് ഓഫ് 5 ഈസ് ടു 20. എന്താണ്? 20ൻ്റെ 5 ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ 5 എണ്ണമുള്ള 4 ഗ്രൂപ്പ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇതിന് താഴെയുള്ളതിലേക്ക് കടക്കാം. വിച്ച് നമ്പർ ഗേവ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഗ്രൂപ്പ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് ഉള്ളത് ഏത് സംഖ്യ പറഞ്ഞപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ ഗ്രൂപ്പായത്? 2 എന്ന് പറഞ്ഞപ്പോഴാണ് അല്ലേ? ഹൗ മെനി ഗ്രൂപ്പ്സ്, എത്ര ഗ്രൂപ്പ്സ് ഉണ്ടായത്? 10 ഗ്രൂപ്പ്സ് ആണ് ഉണ്ടായത്. വെൻ ടോൾ 10 ടുഗെദർ. ഇനി 10 ടുഗെദർ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആവാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കും? ഒരു 10 ഉള്ള ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അടുത്ത 10 ഉള്ള ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എത്ര ഉണ്ടായിരിക്കും? 2 ഗ്രൂപ്പ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, 2 ഗ്രൂപ്പ്സ് അഥവാ 2 × 10 എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, ഇനി ഇവിടെ 10 പേരാണ് ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. ഇനി 2 പേരാണെങ്കിൽ 10 ഗ്രൂപ്പും ഉണ്ടായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ എ ഗ്രൂപ്പ്, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്. അത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ 20 കുട്ടികൾ ഉണ്ടാകുമ്പോൾ 20 ആണ് ആകെയുള്ള കുട്ടികൾ. അതിൽ ഒരു ഗ്രൂപ്പിൽ 5 കുട്ടികൾ ഉണ്ടാകുമ്പോൾ എത്ര ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും? 4 ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ഇനി 5 ഗ്രൂപ്പ്സ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എത്ര കുട്ടികളായിരിക്കും? 4 കുട്ടികളായിരിക്കും ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. ഇനി 2 ഗ്രൂപ്പാണുള്ളത്. അത് ഓരോന്നിലും എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും? 10 കുട്ടികൾ ഉണ്ടായിരിക്കും. ഇനി 10 കുട്ടികളുള്ള എത്ര ഗ്രൂപ്പ് ഉണ്ടായിരിക്കും? 2 ഗ്രൂപ്പും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത്. ഇനി അടുത്തത് സ്വീറ്റ് മാംഗോസിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. സീ ദ മാംഗോ ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. എന്താണ്? സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു മാംഗോ ട്രീ ഉണ്ട്. എ ലോട്ട് ഓഫ് മാംഗോസ് ഫെൽ ഡൗൺ വെൻ എ സ്ട്രോങ് വിൻഡ് ബ്ലൂ. അപ്പോൾ ഒരു നല്ല കാറ്റ് വന്നപ്പോൾ ഒരുപാട് മാങ്ങ എന്ത് ചെയ്തു? താഴെ വീണു. അജലി ആൻഡ് ഫ്രണ്ട്സ് പിക്ക് ദം അപ്പ്. അപ്പോൾ അജലിയും ഫ്രണ്ട്സും കൂടി അതിൽ എന്ത് ചെയ്തു? അതൊക്കെ പിക്ക് ചെയ്തെടുത്തു. അതിൽ 16 റൈപ്പ് മാംഗോസ് ഉണ്ടായിരുന്നു, 28 റോ മാംഗോസ് ഉണ്ടായിരുന്നു, 36 ടെൻഡർ മാംഗോസും ഉണ്ടായിരുന്നു. അജലീസ് സ്കൂൾ ഹാസ് 4 ക്ലാസ്സസ്. അപ്പോൾ അജലിയുടെ സ്കൂളിൽ 4 ക്ലാസ്സുകളാണ് ഉള്ളത്. ഇനി എന്താണ് അജലി ചെയ്തത് എന്ന് നോക്കാം. ഇവിടെ they shared the ripe and unripe mangoes
ബിറ്റ്വീൻ 4 ക്ലാസ്സസ്. അപ്പോൾ അവരെന്ത് ചെയ്തു, റേപ്പ് ചെയ്തതും അൺറേപ്പ് ചെയ്ത മാംഗോസ് ഒക്കെ ഈ 4 ക്ലാസ്സിലേക്ക് കൊടുക്കുകയാണ്. ഡിവൈഡ് ദ റൈപ്പ് മാംഗോസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് കളർ ദം. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം അവർ കൊടുക്കുന്നത് റൈപ്പ് മാംഗോസ് ആണ് കൊടുക്കുന്നത്. എത്ര ക്ലാസ്സിലേക്ക് കൊടുക്കണം, 4 ക്ലാസ്സിലേക്ക് കൊടുക്കണം അല്ലേ. ടോട്ടൽ എത്ര മാംഗോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 16 റൈപ്പ് മാംഗോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം 4 × 4 എന്ന് പറയുന്നത് എത്രയാണ്, 16 ആണ്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എത്ര ഉണ്ടായിരിക്കും, 4 ഉണ്ടായിരിക്കും. അഥവാ 1-ാം ക്ലാസ്സിൽ 4 മാങ്ങ കൊടുക്കും അല്ലേ. അപ്പോൾ 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു. 2-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും ഇതേപോലെ തന്നെ 4 എണ്ണം കൊടുത്തു. 3-ാം ക്ലാസ്സിലും 4 എണ്ണം കൊടുത്തു. 4-ാം ക്ലാസ്സിലും 4 എണ്ണം കൊടുത്തു. അപ്പോൾ ടോട്ടൽ 16 മാംഗോസ് കഴിഞ്ഞു. ഇനി അവിടെ ഡിവൈഡ് ദ അൺറൈപ്പ് മാംഗോസ് ഇൻ ടു ഗ്രൂപ്പ്സസ് ആൻഡ് കളർ ദം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിന് നല്ല ഭംഗിയായിട്ട് വരച്ചിട്ട് കളർ കൊടുക്കണം കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് അവർ കൊടുക്കുന്നത് അൺറൈപ്പ് മാംഗോസ് ആണ്. ടോട്ടൽ 28 മാംഗോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 28നെ 4 ക്ലാസ്സിലേക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം. 4ന്റെ ടേബിൾ നോക്കൂ നിങ്ങൾ, അവിടെ എവിടെയാണ് 28 വരുന്നത്, 7 × 4 ആണ് 28 അല്ലേ. അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും 7 മാംഗോസ് വെച്ച് കൊടുക്കണം. അപ്പോൾ 1-ാം ക്ലാസ്സിലേക്ക് 1 2 3 4 5 6 7. അതുപോലെ 2-ാം ക്ലാസ്സിലേക്കും 7 വെച്ചിട്ട് കൊടുക്കുകയാണ് അല്ലേ. അതുപോലെ 3-ാം ക്ലാസ്സിലേക്കും കൊടുക്കുകയാണ്. 4-ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ അതും കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ ക്ലാസ്സിലേക്കും 7 മാംഗോസ് വെച്ച് കൊടുത്തു. ദെൻ അജലി ആൻഡ് ഹിസ് ഫ്രണ്ട് ഷെയർഡ് ദ ടെൻഡർ മാംഗോസ്. ഇനി എന്ത് ചെയ്യാണ്, അജലും അജലിൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ടെൻഡർ മാംഗോസും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ കൊടുത്തത് ഏതൊക്കെയായിരുന്നു, റൈപ്പ് മാംഗോസും അൺറൈപ്പ് മാംഗോസുമാണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് ദ ടെൻഡർ മാംഗോസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് കളർ ദം. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഇതേപോലെ 4 ക്ലാസ്സിലേക്ക് കൊടുക്കണം അല്ലേ. സോറി, ഇത് 4 ക്ലാസ്സിലേക്ക് കൊടുക്കേണ്ട. അവിടെ എന്താ പറയുന്നത്, അജൽ ആൻഡ് ഹിസ് ഫ്രണ്ട് ഷെയർ ദ ടെൻഡർ മാംഗോസ്. അവർ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അജലും ഉണ്ട്, അജലിൻ്റെ 5 കൂട്ടുകാരും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പേരുണ്ട്, 6 പേരുണ്ട് അല്ലേ. അപ്പോൾ 6 പേർക്ക് ഇത് എങ്ങനെ ഈക്വൽ ആയിട്ട് കൊടുക്കാം, ആകെയുള്ളത് 36 മാംഗോസ് ആണ്. അപ്പോൾ നമുക്കറിയാം 6ന്റെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 6 × 6 എന്ന് പറയുന്നത് 36 ആണ് അല്ലേ. അപ്പോൾ 6 പേർക്ക് 6 വീതം നമുക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. 1-ാമത്തെ ആൾ, 2-ാമത്തെ ആൾ, 3 4 5 6. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും 6 മാങ്ങ വീതം നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കണം കേട്ടോ. ഓക്കെ, 6 എണ്ണം വീതം കൊടുത്തു. ഹൗ മെനി ഗ്രൂപ്പ്സ്, ഇവിടെ എത്ര ഗ്രൂപ്പ്സ് ആണുള്ളത്, 6 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഹൗ മെനി മാംഗോസ് ഇൻ ഈച്ച് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിനും എത്ര എണ്ണം വീതം കിട്ടി, 6 വീതം കിട്ടി. അഥവാ 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും 6 വീതം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് മഞ്ചാടി ഗെയിമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അജൽ ആൻഡ് ഫ്രണ്ട്സ് ആർ കളക്ടിങ് മഞ്ചാടി സീഡ്സ് ഫോർ ദെയർ മാത്ത് ബോക്സസ് ഫ്രം അണ്ടർ ദ മഞ്ചാടി ട്രീ ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. അപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും മഞ്ചാടി ട്രീയുടെ അരികിൽ എത്തിയിട്ട് അവരെന്ത് ചെയ്യാണ്, മഞ്ചാടികളൊക്കെ പെറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരാൾ പറയാണ് ഐ ഗോട്ട് 12, എനിക്ക് 12 എണ്ണം കിട്ടി. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞത് എന്താണ്, ലെറ്റ് ഷെയർ ഈക്വലി, എന്നാൽ നമുക്കിത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 12 ആണ് അല്ലേ. there are 12 seeds in the bowl. അപ്പോൾ ആ ബൗളിൽ ഇപ്പോൾ 12 സീഡ്സ് ആണുള്ളത്. അഭിനയ ഗേവ് 1 seed to each. അപ്പോൾ അഭിനയ എന്ത് ചെയ്തു, ആദ്യം തന്നെ ഒരെണ്ണം വീതം എല്ലാവർക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ 1 seed each remaining seed, ആദ്യം ഉണ്ടായിരുന്നത് 12 ആയിരുന്നു, അതിൽ നിന്ന് 4 പേർക്കും കൊടുത്തു. അപ്പോൾ 4 പോയി, ബാക്കിയുള്ളത് 8 ആണ്. പിന്നെ 8ൽ നിന്നും വീണ്ടും ഒരെണ്ണം കൊടുത്തു. അപ്പോൾ 8ൽ നിന്ന് വീണ്ടും 4 പോയി, ബാക്കി 4 ആയി. 3 seeds each remaining seeds, അപ്പോൾ ബാക്കി 4 ആണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് വീണ്ടും കൊടുത്തു. അപ്പോൾ 4 കൊടുത്തപ്പോൾ 0 ആയി. അപ്പോൾ എത്ര എണ്ണം ഇവിടെ കൊടുത്തു, 1 2 3 അല്ലേ, 3 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് എത്രയായിരുന്നു, 12 ആയിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്, ചിൽഡ്രൻ എത്രയാണ്, 4 ആണ്. ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ്, എത്രയാണ്, 1 2 3 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. 3 റൗണ്ട്സ് ഓഫ് ഷെയറിങ് റൈറ്റ്. അപ്പോൾ 3 തവണയാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത്.
നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇഫ് 12 മഞ്ചാടി സീഡ്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 4 ചിൽഡ്രൻ ഈച്ച് വിൽ ഗെറ്റ് 3 മഞ്ചാടി സീഡ്സ് അല്ലേ. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 3 മഞ്ചാടീസ് ആണ് കിട്ടുന്നത്. അഥവാ 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. അതുകൊണ്ടാണ് 3 വീതം 4 പേഴ്സൺസിന് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വണ്, വാട്ട് ഇഫ് 12 സീഡ്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമംഗ് 3. അപ്പോൾ നേരത്തെ നമ്മൾ 4 പേർക്കാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇനി നമ്മൾ 4 പേർക്ക് ഷെയർ ചെയ്യുന്നില്ല, 3 പേഴ്സൺസിനാണ് ഷെയർ ചെയ്യുന്നുള്ളൂ, 3 കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. സോ ആഫ്റ്റർ 1 റൗണ്ട്, ആദ്യം ഉണ്ടായിരുന്നത് 12 ആയിരുന്നു അല്ലേ. ആ 12 ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ എത്രയായി? 9 ആയിട്ട് മാറി. ആഫ്റ്റർ 2 റൗണ്ട്സ് പിന്നെ ഉണ്ടായിരുന്നത് 9 ആയിരുന്നു, അതിൽ നിന്നും 3 മൈനസ് ചെയ്തു, പിന്നെ 6 ആയിട്ട് മാറി. ഇനി എന്താണ്? 6 ആണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്നും 3 പോയി, അപ്പോൾ എത്രയായി? 3 ആയിട്ട് മാറി. ഇനി ഉണ്ടായിരുന്നത് 3 ആണ്, 3യിൽ നിന്നും 3 മൈനസ് ചെയ്ത 0 ആയിട്ട് മാറി. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് എത്രയാണ്? 12 ആണ്. സോ എമംഗ് ഹൗ മെനി ചിൽഡ്രൻ വേർ ദേ ഡിവൈഡഡ്? എത്ര കുട്ടികൾക്കാണ് കൊടുത്തത്? 3 ആണ്. ദെൻ ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ്? അവർക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? നോക്കൂ, എത്രയാണ് കിട്ടിയത്? ഇവിടെ 1 കിട്ടി, ഇവിടെ എത്തിയപ്പോൾ 2 എണ്ണായി, ഇവിടെ എത്തിയപ്പോൾ 3 എണ്ണായി, ഇവിടെ എത്തിയപ്പോൾ 4 ആയി. ഇപ്പോൾ ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 4 ആണ്. അഥവാ 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, സോ 3 പേഴ്സൺസിന് കൊടുക്കുമ്പോൾ 4 കിട്ടും, 4 പേഴ്സൺസിന് കൊടുക്കുമ്പോൾ 3യും കിട്ടും. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഇഫ് 12 സീഡ്സ് ആർ ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 2 ചിൽഡ്രൻ. ഇനി നമ്മൾ നേരത്തെ നോക്കിയത് 3 ചിൽഡ്രന് കൊടുക്കുന്നതാണ് അല്ലേ. ഇനി അവരെന്ത് ചെയ്യാണ്? 3ക്കൊന്നും കൊടുക്കുന്നില്ല, അവർ 2 പേഴ്സൺസിന് മാത്രമേ കൊടുക്കുന്നത്. അഥവാ അജലും അജലിൻ്റെ ഒരു ഫ്രണ്ടും മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ആഫ്റ്റർ 1 റൗണ്ട് റിമൈനിങ് സീഡ്സ് എത്രയായിരിക്കും? ടോട്ടൽ ഉണ്ടായിരുന്നത് 12 ആയിരുന്നു, അതിൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി 10 ഉണ്ടായിരിക്കും. ആഫ്റ്റർ 2 റൗണ്ട്സ് ദാറ്റ് റിമൈനിങ് സീഡ്, അപ്പോൾ 2 റൗണ്ട് എത്തുമ്പോൾ 10 ആണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി 8 ആവും. ഇനി ആഫ്റ്റർ 3 റൗണ്ട്സ് എത്രയായിരിക്കും? 8ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി 6 ആയിരിക്കും. ഇനി ഇവിടെ എത്രയാണ്? ആഫ്റ്റർ എഴുതി കൊടുക്കുക, ആഫ്റ്റർ 4 റൗണ്ട്സ്. 4 റൗണ്ട്സ് പോകുമ്പോൾ എത്രയാവും? 6 ആണ്, അതിൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ ബാക്കി 4 ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ എങ്ങനെയാണ്? നെക്സ്റ്റ് ആഫ്റ്റർ 5 റൗണ്ട്സ്. 5 റൗണ്ട്സ് 4 ആയിരുന്നു ഉണ്ടായിരുന്നത്, വീണ്ടും 2 പോവും, ബാക്കി എത്രയായിരിക്കും? ബാക്കി 2 ഉണ്ടായിരിക്കും. ദെൻ ആഫ്റ്റർ 6 റൗണ്ട്സ് 2 ആണ്, അതിൽ നിന്നും 2 മൈനസ് ചെയ്താൽ 0 ആയിട്ട് മാറും. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് എത്രയാണ്? 12 തന്നെയായിരുന്നു. ഡിവൈഡഡ് ബിറ്റ്വീൻ ഹൗ മെനി ചിൽഡ്രൻ? 2 ആണ് അല്ലേ. സോ ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ്? എത്ര കിട്ടി? 1 2 3 4 5 6. അപ്പോൾ ഇവിടെ 6 എന്ന് എഴുതി കൊടുക്കുക. അഥവാ 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, 6 × 2 എന്ന് പറയുന്നത് 12 ആണ്. ഇനി ഇതിൻ്റെ ബാക്കി പറയുന്നുണ്ട്, when 12 seeds were shared between 2 children, each got 6 അല്ലേ. അപ്പോൾ നമ്മൾ 2 വെച്ചിട്ട് 2 കുട്ടികൾക്ക് വെച്ചിട്ട് ഈ 12നെ ഷെയർ ചെയ്തപ്പോൾ ഓരോരുത്തർക്കും 6 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇഫ് 12 ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 ഈക്വൽ ഗ്രൂപ്പ്സ്, ഈച്ച് ഗ്രൂപ്പ് ഹാസ് എന്താണ്? ഓരോ ഗ്രൂപ്പിനും കിട്ടിയിട്ടുണ്ടായിരുന്നത് 3 ആയിരുന്നു. ഇഫ് 12 ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 ഈക്വൽ ഗ്രൂപ്പ്സ്, ഹൗ മെനി വുഡ് ഈച്ച് ഗ്രൂപ്പ് ഹാവ്? എത്രയായിരുന്നു? 3 എണ്ണം വീതം ഓരോ ഗ്രൂപ്പിനും കൊടുത്തപ്പോൾ ഒരു ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് 4 ആയിരുന്നു അല്ലേ. സോ 4 എന്നവിടെ എഴുതി കൊടുക്കുക. 4. Then 12 seeds split into 2 equal group. ഇനി ഈ ഒരു 12 സീഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? 2 ഈക്വൽ ഗ്രൂപ്പ് ആക്കി മാറ്റുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതെന്താണ്? ഇത് ടോട്ടൽ ഉള്ളത് 12 ആണ്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാണ്? 6 വീതമുള്ള 2 എണ്ണമാക്കി മാറ്റുകയാണ്. ഈച്ച് ഗ്രൂപ്പ് ഹാസ് 6. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. ഇതിൽ 6 1 2 3 4 5 6. ഇവിടെയും 6. സോ 12 സ്പ്ലിറ്റ് ഇൻറ്റു 2 ഈക്വൽ ഗ്രൂപ്പ്സ്, ഈ 6 ഇൻ ഈച്ച് ഗ്രൂപ്പ്. അപ്പോൾ 12നെ നമ്മൾ 2 ഗ്രൂപ്പ് ആക്കുമ്പോൾ അവിടെ എന്താവും? 6 ഉള്ള 2 ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യും. ഇനി 12 സ്പ്ലിറ്റ് ഇൻറ്റു 2 ഈക്വൽ പാർട്സ്, 6 ഇൻ ഈച്ച് പാർട്ട്. ഇനി 12നെ 2 പാർട്ടാക്കുമ്പോഴും അവിടെ ഓരോ പാർട്ടിലും എന്തുണ്ടായിരിക്കും? 6 ഉണ്ടായിരിക്കും. 12 ഡിവൈഡ് ഇൻറ്റു 2 ഈച്ച് ഈസ് 6. ഇനി 2നെ നമ്മൾ 2 ഭാഗമാക്കി മാറ്റുകയാണ്. 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും അവിടെ ഓരോന്നിലും 6 വീതം ഉണ്ടായിരിക്കും. വി ഓൾസോ സേ 12 ഡിവൈഡഡ് ബൈ
2 ഈസ് 6. അപ്പോൾ നമ്മൾ 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. വി റൈറ്റ് ഇറ്റ് യൂസിങ് എ സിമ്പൽ. ഇതാണ് സിമ്പൽ എന്ന് പറയുന്നത്. ഡിവൈഡ് എന്ന് പറയുന്നതിൻ്റെ സിമ്പലാണ് ഇത്. ഇങ്ങനെ എഴുതുന്നതാണ് അതിൻ്റെ സിമ്പൽ. ഓക്കെ, 12 divided by 2 equal to 6. We read this 12 as 12 divided by 2 is equal to 6 എന്നാണ് നമ്മൾ ഇതിനെ വായിക്കേണ്ടത്. സോ 12 seeds are split into 3 equal groups. ഇനി നമ്മൾ 3 equal groups ആക്കുകയാണെന്ന് വിചാരിക്കുക. ഓരോ ഗ്രൂപ്പിൽ എത്ര ഉണ്ടായിരിക്കും? 4 വീതം ഉണ്ടായിരിക്കും അല്ലേ? എല്ലാത്തിലും 4 വീതം. 4 in each group. ഓരോന്നിലും 4 വീതം ഉണ്ടായിരിക്കും. സോ ഇഫ് 12 seeds are divided into 3 equal groups, 4 each group would have 4. അപ്പോൾ 4 എന്താണ്? ഓരോന്നിലും 3 ഗ്രൂപ്പ്സ് വീതമാക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഓരോന്നിലും 4 വീതം ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് 12 divided by 3 is equal to 4. അപ്പോൾ നമുക്ക് മനസ്സിലായി 12നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അഥവാ 4 into 3 എന്ന് പറയുന്നത് 12 ആണ്. അതുകൊണ്ട് തന്നെ 12 divided by 3 എന്ന് പറയുന്നത് 4 ആയിരിക്കും. അഥവാ ഇതിനെ ഇതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 4 നമുക്ക് ആൻസർ ആയിട്ടും കിട്ടും. ഓക്കെ, അതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഇഫ് 12 seeds are divided into 4 equal groups, that is 12 divided by 4 is equal to 3. അല്ലെ, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അഥവാ 3 into 4 എന്ന് പറയുന്നത് 12 ആയതുകൊണ്ടാണ്. 12 seeds are divided into 6 equal groups. ഇനി നമ്മൾ 6 equal groups ആക്കുകയാണെന്ന് വിചാരിക്കാം. സോ അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? 12 divided by 6 equal to എത്രയായിരിക്കും? 12നെ നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആക്കി മാറ്റാൻ പറ്റും? 2 ആണ് അല്ലേ? 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അഥവാ 12 divided by 6 equal to 2 എന്നുള്ളതാണ്. 2 into 6 equal to 12 ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനി ലെറ്റ്സ് റൈറ്റ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ എന്ത് എഴുതണം? കുറച്ച് ഇവൻസ് നമ്മൾ എഴുതി കൊടുക്കണം. അതുപോലെ മാത്ത് ഓപ്പറേഷനും മാത്ത് ലാംഗ്വേജ് നമ്മൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. സോ നമുക്കിവിടെ ഓരോന്നായിട്ട് എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 12 seeds shared equally between 2 children. 12 സീഡുകൾ 2 കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നത്? 12 is split into 2 equal parts. അല്ലെ, 12നെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 12 divided by 2 അഥവാ 12 divided by 2 എന്നുള്ളത് മാത്ത് ലാംഗ്വേജിൽ എഴുതിയതാണ് അടുത്തതെന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് 12 seeds shared equally between 4 children. എന്താണ്? 12 സീഡ്സിനെ 4 ചിൽഡ്രനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? 12 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു എത്രയാണ്? 4 ഈക്വൽ പാർട്സ് ആണ് അല്ലേ? 4 ഈക്വൽ പാർട്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 എന്നുള്ളത് വരും. ഇനി നെക്സ്റ്റ് വണ് 12 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 3 ഈക്വൽ പാർട്സ് എന്നുള്ളതാണല്ലേ. അപ്പോൾ അവിടെ എന്താണ് ഇവൻസ് എന്ന് പറയുന്നത്? 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ എത്രയാണ്? 3 ചിൽഡ്രൻ ആണല്ലേ? 3 ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? മാത്ത് ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെ പറയുന്നത്? 12 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അഥവാ 12 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 4 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 6 പേർക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? 12 സീഡ്സ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 6 ചിൽഡ്രൻ. ഓക്കെ, 6 കുട്ടികൾക്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അഥവാ 12 ഈസ് സ്പ്ലിറ്റ്, 12നെ സ്പ്ലിറ്റ് ചെയ്യുകയാണല്ലേ, ഇൻറ്റു എത്രയായിട്ട്? ഇൻറ്റു 6 ഈക്വൽ പാർട്സ്. ഈക്വൽ പാർട്സ്. ഇവിടെ എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 6 അഥവാ 12 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 2 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പറേഷൻ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ,
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് താഴെയുള്ള നെക്സ്റ്റ് പേജിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇവിടെയും എഴുതാനുള്ളത് ഇതേപോലെ തന്നെയാണ്. ഇവൻറ്റ്, മാത്ത് ഓപ്പറേഷന്, മാത്ത് ലാംഗ്വേജ്, ഇത്രയുമാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഇവൻ്റ് ഇവിടെ ഓൾറെഡി ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. 6 സ്വീറ്റ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ 2 ചിൽഡ്രൻ. എന്താ പറയുന്നത്, അവിടെ 6 മിഠായികൾ എടുത്തിട്ട് 2 പേർക്ക് ഈക്വലായിട്ട് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്താണ് മാത്ത് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, 6 ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2 ഈക്വൽ പാർട്സ് ആണ് അല്ലേ. 2 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 6 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 3 എന്നുള്ളതാണ് അവിടെ മാത്ത് ലാംഗ്വേജിൽ വരുന്നത്. ഇനി 16 പെൻസ് ഷെയർഡ് ഈക്വലി എമംഗ് 4 ചിൽഡ്രൻ ആണല്ലേ. അതിൽ മാത്ത് ഓപ്പറേഷനിൽ എന്തായിരിക്കും നടക്കുന്നത്, 16 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു 4 ആണല്ലേ, 4 ഈക്വൽ പാർട്സ്. ഇവിടെ എന്ത് ചെയ്യും നമ്മൾ, 16 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇവിടെ എഴുതി കൊടുക്കുക 16 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 4 എന്നുള്ളത്. ഇനി 18 പെൻസ് ഷെയർഡ് ഈക്വലി എമംഗ് 6 ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ അവിടെ എന്തായിരിക്കും, 18 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് അല്ലേ. 18 ഈസ് സ്പ്ലിറ്റ് ഇൻറ്റു എത്ര പാർട്സ് ആക്കണം, 6 ആണല്ലേ, 6 ഈക്വൽ പാർട്സ്. സോ 18 ഡിവൈഡഡ് ബൈ 6 എത്ര കിട്ടും, 18 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് എത്രയാണ്, ആൻസറും കൂടെ നമ്മൾ അവിടെ എഴുതി കൊടുക്കണ്ടേ. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് ആൻസർ 3 ആണ്, അഥവാ 3 ഇൻറ്റു 6 എന്ന് പറയുന്നതാണ് 80. ഇനി ഇതേപോലെ ഒരു ഇവൻറ്റ് നിങ്ങൾ എഴുതി കൊടുക്കുക, അതിൻ്റെ മാത്ത് ഓപ്പറേഷനും അതുപോലെ മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വണ് ലെറ്റ്സ് മേക്ക് ഫ്ലവേഴ്സ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുക്കാം. അജലി ആൻഡ് ഫ്രണ്ട്സ്, അജലിയും ഫ്രണ്ട്സും കൂടെ മേക്കിംഗ് ഫ്ലവേഴ്സ് ടു ഡെക്കറേറ്റ് ദ സ്റ്റേജ് ഫോർ ദ മികവ് ഫെസ്റ്റ്. അപ്പോൾ മികവ് ഫെസ്റ്റിൻ്റെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അജലിയും കൂട്ടുകാരും. 7 സർക്കിൾസ് മേക്ക് എ ഫ്ലവർ. അപ്പോൾ 7 സർക്കിൾ ഉണ്ടെങ്കിലാണ് അവിടെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ദേ ഗോട്ട് 21 സർക്കിൾസ്. ഹൗ മെനി ഫ്ലവേഴ്സ് ക്യാൻ ദേ മേക്ക്? അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് 21 സർക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് വെച്ച് അവർക്ക് എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ നോക്കുക, അവിടെ എവിടെയാണ് 21 വരുന്നത്? 7 ഇൻറ്റു 3 എന്ന് പറയുന്നതാണ് 21 അല്ലേ, അല്ലെങ്കിൽ 3 ഇൻറ്റു 7 എന്ന് പറയുന്നതാണ് 21. അപ്പോൾ ഇവിടെ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്? 3 ആണല്ലേ, അഥവാ 21 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 3 ആണ്. അഭിനയ ആൻഡ് ഫ്രണ്ട്സ് ഗോട്ട് 35 സർക്കിൾസ്. ഇനി അഭിനയക്കും സംഘത്തിനും എത്രയാണ്? 35 സർക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഹൗ മെനി ഫ്ലവേഴ്സ് ക്യാൻ ദേ മേക്ക്? അപ്പോൾ അവർക്ക് എത്ര ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? 35 വരുന്നത് 7ൻ്റെ ടേബിൾ എവിടെയാണ്? 5 ഇൻറ്റു 7 ആണ് അല്ലേ 35 എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് 5 ആണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്, അഥവാ 35 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 5. 5 ഇൻറ്റു 7 ഈക്വൽ ടു 35 ആയതുകൊണ്ട്. ഇനി ഹൗ മെനി ഫ്ലവേഴ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് 28 സർക്കിൾസ്? ഇനി അവർ 28 സർക്കിൾസ് വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ എത്ര ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? 28 എവിടെയാണ് 7ൻ്റെ വരുന്നത്? 4 ഇൻറ്റു 7 ആണ് 28 എന്ന് പറയുന്നത്. 4 ആണ് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. അപ്പോൾ എന്താ എഴുതി കൊടുക്കണം നമ്മളിവിടെ? 28 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 4, അഥവാ 4 ഇൻറ്റു 7 ഈക്വൽ ടു 28. ഓക്കെ, ഇങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് താഴെയുള്ള അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. അടുത്തത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ ഓരോ ഗ്രൂപ്പിനും കിട്ടിയിട്ടുള്ള സർക്കിൾസിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എത്ര ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഫസ്റ്റ് വൺ 21 സർക്കിൾസ് ആണ്. 7 സർക്കിൾസ് ആണ് ഒരു ഫ്ലവർ മേക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ 21 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ.
അപ്പോൾ അവിടെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 3 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വണ് 35 ആണുള്ളത്. 35 നമ്മൾ നേരത്തെ പറഞ്ഞു 35 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ അവർക്ക് 5 ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. ഇനി 28 ആണ്. 28 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും കേട്ടോ. 70 എന്ന് വരുന്നത് എവിടെയാണ്? 10ലാണ്. അഥവാ 70 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ അവർക്ക് 10 ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി 14 വരുന്നത് എവിടെയാണ്? ഇവിടെയാണല്ലോ. അപ്പോൾ 2 ഫ്ലവേഴ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. സോ 14 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ക്യാൻ യു ടേൺ ദ ഓപ്പറേഷൻ 63 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 9 ഇൻറ്റു എ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം? 63 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 9 ആണ്. ഇത് വരുന്ന ഒരു ചോദ്യം നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എഴുതി കൊടുക്കാം അല്ലേ. എന്താണ് ആകെയുള്ളത്? 63 സർക്കിൾസ് ആണ്. ഹൗ മെനി ഫ്ലവേഴ്സ് ഡിഡ് ദേ മേക്ക്? ഓക്കെ, അവർക്ക് എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ജസ്റ്റ് അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന് താഴെയുള്ള ചോദ്യം നോക്കാം. ഹൗ മെനി എഗ് ട്രേസ് എന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ചോദ്യം. ദർ ആർ 2 ടൈപ്സ് ഓഫ് എഗ് ട്രേസ് ഇൻ ടു ദ ഷോപ്പ് റൺ ബൈ അജലീസ് ഫാദർ. അജലിൻ്റെ ഫാദറിൽ 2 തരം എഗ് ട്രേ ഉണ്ട്. സോ one holds 4 eggs and other 6 eggs. അപ്പോൾ ഒരു ട്രേയിൽ 4 എഗ്ഗ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റേതിൽ 6 എഗ്ഗും ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹൗ മെനി ട്രേസ് ആർ നീഡ് ഫോർ 24 എഗ്ഗ്? അപ്പോൾ ആകെ ഉള്ളത് 24 എഗ്ഗാണ്. അപ്പോൾ ഓരോന്നിലും വെക്കണമെങ്കിൽ എത്ര ട്രേ അവിടെ വേണം? ഇനി 4 എഗ്ഗിൻ്റെ ട്രേ ആണെങ്കിൽ എത്ര എണ്ണം വേണ്ടി വരും? ആകെയുള്ളത് 24 ആണല്ലേ. അപ്പോൾ 24നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. 4ൽ നിങ്ങൾ നോക്കുക എവിടെയാണ് 24 വരുന്നത്? 6ലാണല്ലേ. അപ്പോൾ 6 ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 6 നോക്കൂ. ഇവിടെ 24 ഡിവൈഡഡ് ബൈ 6. 6ൽ എവിടെയാണ് വരുന്നത്? 4ലാണ് അല്ലേ. അഥവാ 4 ഇൻറ്റു 6 ആണ് 24 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 4 ട്രേ വെക്കുന്നതിൽ 6 എണ്ണം വേണം. 6 ട്രേ ഉള്ളതിൽ 6 എഗ്ഗ് വെക്കുന്ന ട്രേയിൽ 4 എണ്ണം വേണം. ഓക്കെ, നെക്സ്റ്റ് വണ് സീ ദ ടേബിൾ എന്നുള്ളതാണ്. ഈ ടേബിൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ. 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് 24 ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം 24 ഇൻറ്റു 4 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ആണ് ആൻസർ വരുന്നത്. ഇനി 24 ഇൻറ്റു 6 എന്ന് പറയുന്നത് 4 ആയിരിക്കും ആൻസർ. അത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ 7 ഇൻറ്റു 8 എന്ന് പറയുന്നത് 56 ആണ്. അപ്പോൾ 56 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇനി 56നെ നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൻസർ എത്ര വരും? 7 എന്നുള്ളത് വരും. 9 ഇൻറ്റു 4 എന്ന് പറയുന്നത് 36 ആണ്. 36 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്നത് 4 ആയിരിക്കും. 36 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 9ഉമായിരിക്കും. ഇനി 6 ഇൻറ്റു 5 എന്ന് പറയുന്നത് 30 ആണ്. സോ 30 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 5 ആയിരിക്കും. അതുപോലെ തന്നെ 30 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 6ഉമായിരിക്കും. ഇനി 8 ഇൻറ്റു 4 എന്ന് പറയുന്നത് 32 ആണ്. അഥവാ 32നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്നും ആൻസർ കിട്ടും. 32നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 എന്നും ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഈ രീതിയിൽ വേണം നിങ്ങളിത് എഴുതി കൊടുക്കാൻ. ഇനി ഇതിന് താഴെയും ഇതേപോലെയുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 6 ഇൻറ്റു 3 എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 18 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 3 ആണ്. 18 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് 6 ആണ്. 24 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പോൾ 8 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അതുപോലെ തന്നെ എന്താണ് ഇതിന് നേരെ തിരിച്ചു എഴുതാം അല്ലേ. 3 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ്? 24 തന്നെയാണ്. ഇനി 9 ഇൻറ്റു 6 എന്ന് പറയുന്നത് 54 ആണ്. അപ്പോൾ 54നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആൻസർ 9 ആയിരിക്കും. 54നെ ഇനി 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 6ഉമായിരിക്കും ആൻസർ. 36 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുന്നത് 4 ആണ്. അഥവാ 4 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. 9 ഇൻറ്റു 4 എന്ന് പറയുന്നതും 36 ആണ്. നെക്സ്റ്റ് വേണം നോക്കാം. 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ് അല്ലേ. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 10 ആണ്. അതുപോലെ തന്നെ 20 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ കണക്ഷൻ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് ഒരു കിച്ചൺ ഗാർഡനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫോർ ദ കിച്ചൺ ഗാർഡൻ ഓഫ് ദ സ്കൂൾ സാപ്ലിങ്സ് were brought in 45 pots.
ദേ വർ അറേഞ്ച്ഡ് ഇൻ 5 rows. അപ്പോൾ എന്താണ്, സ്കൂളിലെ ഗാർഡൻ ആണ്. ആ ഗാർഡനിൽ 45 പോട്ടിലായിട്ട് തൈകൾ കൊണ്ടുവന്ന് 5 റോയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. സോ ഹൗ മെനി പോട്ട്സ് ആർ ദർ ഇൻ ഈച്ച് റോ? ഓരോ റോയിലും എത്ര പോട്ടാണുള്ളത് എന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 45നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5ൻ്റെ ടേബിൾ നിങ്ങൾ നോക്കുക, എവിടെയാണ് 45 വരുന്നത്? 9 × 5 ആണ് 45 വരുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താ ആൻസർ? 9 ആണ് ആൻസർ എന്ന് പറയുന്നത്. 1 part of 45 split into 5 equal parts. എന്താണ് പറയുന്നത്? 45നെ 5 ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ ഓരോന്നിനും എത്ര ഉണ്ടായിരിക്കും? 9 ഉണ്ടായിരിക്കും. അതോ 45 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 9 ആണ്. 45 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 9 ആണ്. ഇനി 45 എന്ന് കിട്ടിയത് നമുക്ക് എങ്ങനെയാണ്? 9 × 5 എന്ന് പറയുന്നതാണ് 45, അല്ലെങ്കിൽ 5 × 9 എന്ന് പറയുന്നതാണ് 45 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് ട്രെയിൻ ഇൻ ദ സ്കൂൾ പാർക്ക് എന്നുള്ളതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ള പ്രവർത്തനം. എന്താണ് പറയുന്നത്? ഇൻ അജലീസ് സ്കൂൾ ദർ വർ 32 ചിൽഡ്രൻ ഇൻ ദ പ്രീ പ്രൈമറി ക്ലാസ്. അപ്പോൾ അജലിൻ്റെ സ്കൂളിൽ പ്രീ പ്രൈമറി ക്ലാസ്സിൽ 32 കുട്ടികളാണുള്ളത്. ദെൻ ദ ട്രെയിൻ ഇൻ ദ സ്കൂൾ പാർക്സ് ആസ് 4 coaches. അപ്പോൾ ഒരു വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് സ്കൂളിലെ പാർക്കിലെ ആ ഒരു ട്രെയിനിൽ 4 കോച്ചസ് ആണ് ഉള്ളത്. ഇഫ് ദ സെയിം നമ്പർ ഓഫ് ചിൽഡ്രൻ ആർ ടു ബി സീറ്റഡ് ഇൻ എവറി കോച്ച്, ഹൗ മെനി ക്യാൻ സിറ്റ് ഇൻ ഈച്ച്? അപ്പോൾ ഓരോ ബോഗിയിലും ഒരേ എണ്ണം കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ എത്ര കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ കുട്ടികൾ എത്രയാണ്? 32 ആണല്ലോ അവിടെ ഉള്ളത്. 4 കോച്ചസ് ആണുള്ളത്. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കുക. 4ൻ്റെ ടേബിൾ എവിടെയാണ് 32 വരുന്നത്? 8 × അല്ലേ, അഥവാ 8 × 4 ആണ് 32 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 8 കുട്ടികൾക്കാണ് കയറാൻ വേണ്ടി പറ്റുക. ഒരു കോച്ചിൽ 8 കുട്ടികൾക്ക് കയറാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വണ് കിഡി കാർസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്ന ചോദ്യം. The 18 children in Ajali's class want to ride the kiddies car in the park. അപ്പോൾ പാർക്കിൽ അജലിൻ്റെ ക്ലാസ്സിലെ 18 കുട്ടികൾക്ക് കയറണം. എവിടെയാണ് കയറുന്നത്? കിഡീസ് കാറിലാണ്, അഥവാ കളിവണ്ടിയിലാണ് കയറുന്നത്. 3 children can sit in 1 car. അപ്പോൾ ഒരു കാറിൽ 3 കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. How many cars are need for all of them to ride at the same time? അപ്പോൾ ഒരേ സമയത്ത് ഇവർക്ക് എല്ലാവർക്കും ആ ഒരു വണ്ടിയിൽ കയറണമെങ്കിൽ എത്ര വണ്ടിയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 18 കുട്ടികളാണുള്ളത്. ഒരെണ്ണത്തിൽ 3 ആണ് കയറാൻ വേണ്ടി പറ്റുന്നത്. 18 3ൻ്റെ ടേബിൾ എവിടെയാണ് വരുന്നത്? 6 × 3 ആണല്ലേ. അതോ 6 × 3 ആണ് 18 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? 6 കാർസ് ആണ് വേണ്ടത്. ദെൻ ഹൗ മെനി കാർസ് വിച്ച് സീറ്റ് ഓൺലി 2? ഇനി 2 ഉള്ളൂ എങ്കിൽ എത്ര ആണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അഥവാ 18 കുട്ടികൾ തന്നെയാണ്, ഒരെണ്ണത്തിൽ 2 ആണ് കയറുന്നുള്ളൂ. എത്രയാണ്? 2ൻ്റെ ടേബിളിൽ എവിടെയാണ് 18 വരുന്നത്? 9 × 2 ആണ് 18 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 9 കാർസ് ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ദെൻ പ്ലേ ആൻഡ് വിൻ എന്നുള്ളതാണ് അടുത്ത ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, സ്നേക്ക് ആൻഡ് ലാഡർ. അത് കളിക്കുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് അറ്റ് 1ൽ നിന്ന് തുടങ്ങണം. ക്ലൈംബ് അപ്പ് ദ ലാഡേഴ്സ് ആൻഡ് സ്ലൈഡ് ഡൗൺ ദ സ്നേക്സ്. എന്നിട്ട് അവിടെ ഏണിയിൽ കയറിയും പാമ്പ് ഇറങ്ങിയൊക്കെ നിങ്ങൾ കളിക്കുക. നോർമൽ കളിക്കുന്ന പോലെ തന്നെ കളിക്കുക. സം സ്ക്വയേഴ്സ് ഹാവ് ഓപ്പറേഷൻ റിട്ടേൺ ഓൺ ദം. ചിലതിൽ എന്തുണ്ട്? ചില ഓപ്പറേഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത്. ദെൻ മൂവ് ദ കൗണ്ടർ ടു ദ സ്ക്വയർ ഷോയിങ് ദ ആൻസർ. എന്നിട്ട് ആ ആൻസർ എവിടെയാണ് ഷോ ചെയ്യുന്നത് അതിലേക്കാണ് നിങ്ങൾ മൂവ് ചെയ്യേണ്ടത്. ദ ഫസ്റ്റ് ടു റീച്ച് 100 ഈസ് ദ വിന്നർ. ആദ്യം 100ൽ ആരോ ആണോ എത്തുന്നത് അവരാണ് ഇതിൽ വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ പാഠഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൗ മെനി സ്വീറ്റ്സ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. 15 സ്വീറ്റ്സ് ആർ ഈക്വലി ഷെയർഡ് ബൈ 3 ചിൽഡ്രൻ. ഹൗ മെനി ഡസ് ഈച്ച് ഗെറ്റ്? അപ്പോൾ 15 മിഠായി 3 കുട്ടികൾക്ക് തുല്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര കൊടുക്കണം? നമുക്കറിയാം 15 ക്യാൻഡീസ് ആണ്, സ്വീറ്റ്സ് ആണ് അവിടെ ഉള്ളത്. 3 കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത്. 3യുടെ ടേബിൾ എവിടെയാണ് 15 എന്ന് പറയുന്നത്? 5 × 3 ആണ് 15 എന്ന് പറയുന്നത് അല്ലേ. അഥവാ എത്ര കുട്ടികൾക്ക് കൊടുക്കാം? 5 മിഠായി ഓരോ കുട്ടികൾക്കും കൊടുക്കാം. ബെഞ്ച് ഇൻ ദ ക്ലാസ്. എന്താണ്? ക്ലാസ്സിലെ ബെഞ്ചാണ്. There are 28 kids in Shiyan's class. 4 kids sit in each bench. How many benches are there? അപ്പോൾ ഷിയാൻ്റെ ക്ലാസ്സിൽ 28 കുട്ടികളുണ്ട്. ഒരു ബെഞ്ചിൽ 4 പേര് വീതമാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്ര ബെഞ്ച് ഉണ്ടായിരിക്കും? 28 കുട്ടികളാണ്, 4 എണ്ണം വീതം ഇരിക്കുന്നു. 4ൻ്റെ ടേബിൾ നോക്കുക, എവിടെയാണ് 28 വരുന്നത്? 7 × 4 ആണല്ലേ. അപ്പോൾ 7 ബെഞ്ചസ് ആണ് അവിടെ ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ് വൺ നോട്ട്സ് ആൻഡ് കോയിൻസ് എന്നുള്ളതാണ്. 50
rupee notes is changed into 5 rupee notes, how many coins are there? അതോ 50 രൂപയുടെ നോട്ട് 5 രൂപയുടെ നാണയങ്ങളായിട്ട് മാറ്റുകയാണെങ്കിൽ എത്ര ഉണ്ടായിരിക്കും എന്നാണ്. ആകെയുള്ളത് 50 ആണ്. 50 നമ്മൾ എന്ത് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര ഉണ്ടായിരിക്കും? 10 ആണ് ആൻസർ എന്ന് പറഞ്ഞാൽ 10 into 5 ആണ് 50 എന്ന് പറയുന്നത്. ഇനി if each to get 10 rupees among how many persons can this be shared? ഇനി 10 രൂപ വീതമാണെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും? നമ്മളിതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലേ. 10 into 50 ഡിവൈഡഡ് ബൈ 10 കൊടുക്കുക. എത്രയായിരിക്കും? 5 പേഴ്സൺസിന് മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യന് 81 ചിൽഡ്രൻ സ്റ്റാൻഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ഇൻ ദ സെയിം നമ്പർ സ്റ്റാൻഡിങ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം. എന്താണ്? 81 കുട്ടികൾ വരിയായിട്ടും നിരയായിട്ടും ഒരേ രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ റോയിൽ എത്ര ഉണ്ടായിരിക്കും, കോളത്തിൽ എത്ര ഉണ്ടായിരിക്കും? ടോട്ടൽ ഉള്ളത് 81 കുട്ടികളാണ് അല്ലേ. നമുക്കറിയാം 9 into 9 എന്ന് പറയുന്നതാണ് 81. അപ്പോൾ അവിടെ റോയിലും 9 ആയിരിക്കും, കോളത്തിലും 9 ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മാജിക് ബോക്സ് ആണ്. എനിത്തിങ് പുട്ട് ഇൻ ടു ദ മാജിക് ബോക്സ് ഡബിൾ ആൻഡ് ദെൻ ഇൻക്രീസ് ബൈ 1 എവറി മിനിറ്റ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മാജിക് ബോക്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിളും ആയിരിക്കും, അതിനേക്കാൾ ഒന്നും കൂടെ കൂടുതലായിരിക്കും. എ സ്വീറ്റ് പുട്ട് ഇൻ ദ ബോക്സ് ബിക്കെയിം 31 ആഫ്റ്റർ 4 മിനിറ്റ്സ്. അപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 31 മിഠായി അതിലുണ്ടായിരുന്നു. ഹൗ മെനി വേർ ദർ ആഫ്റ്റർ 3 മിനിറ്റ്സ്. അപ്പോൾ 3 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവിടെ എത്ര ഉണ്ടായിരിക്കും എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 മിനിറ്റിൽ നമ്മൾ ഒരു മിഠായി ഇട്ടു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡബിൾ ആണ് ആവുന്നത് അല്ലേ. 2 into 1 2 ആയിട്ട് മാറി. അതിനേക്കാൾ ഒന്നും കൂടെ കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ 3 മിഠായി ഉണ്ടായിരിക്കും. ഇനി അടുത്ത എന്തായി? 3 മിഠായി ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. 3 മിഠായി ആയിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള 6 ഉണ്ടായിരിക്കും. അതിനേക്കാൾ ഒന്നും കൂടെ കൂടുതലായ 7ലേക്ക് എത്തും. അപ്പോൾ 7 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ എത്രയായിരിക്കും? അല്ല, അടുത്ത മൂന്നാമത്തെ മിനിറ്റിൽ അവിടെ 7 മിഠായി ഉണ്ടായിരിക്കും. അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള 14 പ്ലസ് 1 ആയിട്ടുള്ള 15 മിഠായി ഉണ്ടായിരിക്കും. അപ്പോൾ 3 മിനിറ്റ്സ് കഴിയുമ്പോൾ അവിടെ ടോട്ടൽ 15 മിഠായിയാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 11th ചാപ്റ്റർ, ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ ഹൗ മച്ച് ഇൻ എ ബാഗ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.